നടുക്കത്തെ മോളെ പ്രഗ്നൻ്റ് ആയി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ച ഒരു പരുവം വരെയും ഞാൻ കടത്തുന്നതോറും നടന്നു. സ്കൂളിൻ്റെ വരാന്തേ കയറി കിടന്ന്. കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ചു. എൻ്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. ഗംഗാ മീനാക്ഷി യൂട്യൂബ് ചാനലാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഇവരുടെ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ നെഗറ്റീവായിട്ട് വരുന്ന കമന്റ്സിനൊക്കെ എടുത്തു വെച്ചിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ, മോള്. ഇവര് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് പറഞ്ഞ ചില കാര്യങ്ങൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ, ദിയ കൃഷ്ണ. അവരുടെ അടുത്ത് പുച്ഛം മാത്രമേ തോന്നത്തുള്ളൂ. കാരണം പ്രസവിച്ചവരെ മാത്രമേ അമ്മ എന്ന് വിളിക്കൂ, ഉണ്ടാക്കിയവരെ മാത്രമേ അച്ഛ എന്ന് വിളിക്കുന്നുള്ള ഒരു അഹങ്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സമയം കിട്ടുമ്പം നിങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചൊന്ന് കാണണം. നിങ്ങളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ കുറച്ചെങ്കിലും കുറയും. ചിലപ്പം പറയാൻ പറ്റത്തില്ല. രക്തബന്ധം കൊണ്ട് മാത്രമല്ല, കർമ്മബന്ധം കൊണ്ടും അച്ഛനും അമ്മയും ആവാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇവര്. നിങ്ങൾ ഇതൊന്ന് എടുത്തു വെച്ച് കാണണം. ഞാൻ ഈ മോളുമായിട്ട് കുറെ നാള് ഇവളുമായിട്ട് കടത്തിണ്ണകളിലോട് കിടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്. സത്യം, ഞാൻ കള്ളം പറയല്ല, സത്യസന്ധമായ ഈ പുള്ളിക്കൊക്കെ അറിയാം. പുള്ളി ആ നാട്ടിലുള്ളതല്ലേ, പുള്ളിക്കൊക്കെ അറിയാം. ഞാൻ എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിളിച്ചേക്കേണ്ടെന്ന കാര്യമില്ല. എന്റെ മോളെ നടുക്കത്തെ മോളെ പ്രഗ്നന്റ് ആയി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ച ഒരു പരുവം വരെയും ഞാൻ കടത്തുന്നതോട് നടന്നു. ആരും തിരിഞ്ഞിട്ടില്ല. എന്റെ അച്ഛനോ അമ്മയോ എന്റെ സഹോദരങ്ങളോ ആരും. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയവരാണ് ഗംഗയുടെ കൂടെ ഉള്ളത്. അതായത് ആ വീഡിയോസിൽ കാണുന്ന അച്ഛൻ എന്ന് പറയുന്നത് ശരിക്കുള്ള ഗംഗയുടെ അച്ഛനല്ല. ഗംഗയുടെ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഈ മനുഷ്യൻ അവരെ ഏറ്റെടുത്തതാണ്. എന്നിട്ട് പോലും ഗംഗ അവരെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ദിയ കൃഷ്ണ ഇതൊന്ന് കാണണം. കാരണം ആ വ്യക്തിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണെങ്കിലും സ്നേഹമാണെങ്കിലും ആണ് ആ വിളിയിലൂടെ അവര് കാണിക്കുന്നത്. അല്ല സ്വന്തം അമ്മായിയമ്മയെ പോലെ അമ്മയെന്ന് വിളിക്കാൻ പറ്റാത്ത ഒരാള് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളുണ്ട്, വെൺകുളങ്ങര സ്കൂൾ. അന്ന് ഓലഷട്ടൊക്കെ സ്കൂളിൽ. ആ സ്കൂളിന്റെ വരാന്തേ കയറി കിടന്ന്. കൂടെ കുറെ തെരുവ് പട്ടികൾ ഉണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ചു. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴിയാൻ തോന്നത്തില്ല മോളെ. എനിക്ക് സത്യം ഇപ്പോഴും എല്ലാവരും പല പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോ. പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരു ആപത്ത് സമയത്ത് എന്നെ ഇവള് കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചു. സത്യം പറയാം. കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല, സ്വന്തം കുടുംബക്കാർ നോക്കുന്നില്ല, അവർക്ക് വേറെ വഴിയില്ല. അവർക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റത്തുള്ളൂ. ആ സമയത്ത് അവർക്ക് ഈ നമ്മൾ പറയാറുണ്ട് എന്താണെന്നറിയോ, മനുഷ്യരെക്കാളും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് പട്ടികൾ എന്നുള്ളത്. 3 നേരം അതിന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും. മനുഷ്യന്മാരെ പോലെ ഇല്ല. ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് തന്നെ. എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ വെച്ചതെല്ലാം ഒരു സിനിമ പോലെ ഓർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമല്ലേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ആലോചിക്കും അവിടെ നമ്മൾ ഇവിടം വരെ എത്തി. അപ്പൊ പിന്നെ ഒരു ആഗ്രഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കല്യാണ വിരോധി എന്നുള്ളൊരു ലേബൽ വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പ്രൊപ്പോസലും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. 2ാം നിലയിൽ ഇവർ നിൽക്കുന്നത് ഫോട്ടോ എടുക്കണം, അപ്പൊ അതൊരു വീട് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ അത് ആരുടെങ്കിലും ഒരു വാങ്ങിക്കാതായിരിക്കണം വെക്കേണ്ടത്. ഞാൻ തന്നെ അധ്വാനിച്ച് പൈസയിൽ വെക്കണം. അപ്പൊ അതെല്ലാം കഴിഞ്ഞ കൂടെ സമയമില്ല. അപ്പൊ ഒരാളുടെ സമയം കൂടെ ഞാൻ കൊണ്ട് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ കല്യാണ വിരോധി ആ ലേബിളിൽ ഇരിക്കട്ടെ, വീടൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് തോന്നുവാണെങ്കിൽ മതി എന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ. പക്ഷെ ഓരോ വീട് ഇടുമ്പോഴും ഓരോ വീട് കാണുമ്പോൾ ആൾക്കാർ വെക്കും ഇവർക്ക് വീട് എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ആ വീടെന്താ പണിയാത്തത്, നമ്മള് വീട് പണിയാറ്റെന്നാ പിന്നെ. ഈ ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിറകിൽ വേദനിക്കുന്ന ഒരു ലൈഫ് ഉണ്ടാവുന്ന പറയത്തില്ലേ, അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവര് ഓരോ കമന്റ്സിന് റിയാക്ട് ചെയ്ത് നമ്മൾ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇത്രയും സഫർ ചെയ്തിട്ടാണ് അവർ വന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ചില ആൾക്കാര് ജനിച്ചപ്പോഴേ വായില് സ്വർണ്ണക്കരണ്ടിയും ആയിട്ട് ജനിച്ച് അഹങ്കാരം മൂത്ത് നടക്കുന്ന ചില ആൾക്കാര് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലൊക്കെ താഴോട്ട് വരും. എപ്പോഴും ആ പൊസിഷനിൽ തന്നെ നിക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഒന്ന് വീണാ മതി, അതോടെ തീരും ഈ അഹങ്കാരമൊക്കെ. വായി തോന്നിയതൊക്കെ അഹങ്കാരം കൊണ്ട് വിളിച്ചു പറയും. കുറെ കഴിയുമ്പം അയ്യോ സോറി മാപ്പ് എന്നും പറഞ്ഞ് ഒരു എന്താ പറയാ കുറ്റബോധോ അല്ലെങ്കിൽ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ വന്നിട്ട് കുറെ സോറിയും കുറെ മാപ്പും പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ പോകുന്ന കുറെ ആൾക്കാര്.
എന്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. സത്യം പറയാല്ല. ഇപ്പൊ പക്ഷെ കൊറേയൊക്കെ ലൈഫ് മാറിയില്ലേ? പിന്നെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ടാവുന്ന എനിക്ക് ഇപ്പൊ ഈ പറയുമ്പോ തന്നെ. പക്ഷെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയില് ഗംഗയുടെ പേജിലൂടെ നിങ്ങളെ കാണുമ്പോൾ എത്രത്തോളം ലൈഫ് മാറിയിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, അതിനേക്കാളും മുമ്പേ മാറി എന്റെ ജീവിതം. ഈ ഗംഗയുടെ എന്റെ 3 മക്കളുടെ അച്ഛനല്ല ഇത്. സത്യം പറയാല്ല. ഈ മഞ്ജു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ ഞങ്ങളെ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ അന്നേ തന്നെ ഞങ്ങളുടെ ജീവിതം കുറെ മാറി. ജന്മം തന്നാൽ മാത്രമേ അച്ഛനും അമ്മയും ആവൂ, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അച്ഛ അമ്മ എന്ന് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആൾക്കാർ ഇതൊന്ന് കാണണം. കർമ്മം കൊണ്ടാണെങ്കിലും അച്ഛനും അമ്മയും ആവാം. രക്തബന്ധം കൊണ്ട് മാത്രമല്ല, രക്തബന്ധം കൊണ്ട് നടക്കുന്ന ആൾക്കാർ പോലും ചില സമയം കഴിയുമ്പോൾ മക്കളെ ആണെങ്കിലും അച്ഛനെ ആണെങ്കിലും അമ്മേനെ ആണെങ്കിലും തള്ളിക്കളയുന്നുണ്ട്. ആ സ്ഥാനത്ത് കർമ്മം കൊണ്ട് അച്ഛനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഗംഗ ഇന്ന് അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ ദിയാകൃഷ്ണൻ ഇതൊന്ന് കാണണം. അഹങ്കാരം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. നിങ്ങള് അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഒന്ന് താഴോട്ട് ഇറങ്ങ. കുറെ ഡയലോഗ് വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അച്ഛനമ്മ ഇല്ലാത്തവർ വേണമെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ ഇരിക്കുന്ന ആൾക്കാരെ പോയി അച്ഛനമ്മ എന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ ഉള്ള ഒരു അഹങ്കാര വർത്തമാനം പറയുമ്പോ നിങ്ങൾക്ക് വലിയ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കുറെ കഴിയുമ്പോ വന്ന് സോറി പറയാം. പക്ഷെ ഇത് കേൾക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർക്കതങ്ങനെ ഹേർട്ട് ചെയ്യും, അവർക്കതെങ്ങനെ ബാധിക്കും. ഇതൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരിക്കത്തില്ല. കാരണം പറഞ്ഞു തന്നെയാണ്, ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് അഹങ്കാരമാണ്. എന്നിട്ട് ഇവരെ സ്നേഹിക്കാനും സ്വന്തം കുടുംബമായിട്ട് കാണാനും കുറെ ആൾക്കാർ. ഇതൊക്കെ പ്രാന്താ, പുച്ഛമാണ് ഈ ദിയാകൃഷ്ണക്കൊക്കെ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ളത്. എന്നിട്ട് ഇപ്പോഴും സ്വന്തം കുടുംബമായിട്ടും മക്കളായിട്ടും കാണുന്ന കുറെ എണ്ണം. എനിക്ക് കമന്റ് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ താറടിക്കുന്നതെന്നുള്ളത്. ഇമാതിരി വർത്തമാനം പറയുന്ന ആൾക്കാരെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കാം. എന്താ പറയുന്നു? മോള് പഠിക്കാൻ പൈസ ഇല്ലാണ്ടായി. ഒത്തിരി 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 അനുഭവിച്ചിട്ടുണ്ട്. അന്നേരമൊക്കെ പുള്ളിയാണ് നമുക്കൊരു സഹായത്തിന് വന്നത്, ഞങ്ങളെ ഏറ്റെടുത്തത്. ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ? ഒരു മനുഷ്യരും ചെയ്യൂല. അങ്ങനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടെടുക്കാൻ പോലും ഇല്ല. അത്രയ്ക്ക് ഞാനങ്ങ് മോശമായി ആ ഒരു അവസ്ഥയിലാണ് ജീവിച്ചത്. ആ സമയത്ത് ഗംഗയാണ് മൂത്തത്. ഗംഗയാണ് മൂത്തത്. ഗംഗയാണ് എന്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഗംഗയാണ്. ഗംഗ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഭവൻസി വേറെ കല്യാണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും അവരുടെ കൂടെ അവരുടെ അച്ഛനായിട്ട് ജീവിക്കുന്നു. റെസ്പെക്റ്റ് ആണ് ഇവരോടൊക്കെ തോന്നുന്നത്. കാരണം അവരുടെ ആ മനസ്സുണ്ടല്ലോ, സ്വന്തം മക്കളല്ലായിരുന്നിട്ട് പോലും മക്കളായിട്ട് കണ്ട് സ്നേഹിക്കുന്നു, അവര് തിരിച്ച് അച്ഛനായിട്ട് കണ്ട് സ്നേഹിക്കുന്നു. എല്ലാവർക്കും കിട്ടണം എന്നല്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. കിട്ടിയിട്ട് പോലും ചില ആൾക്കാർക്ക് മുടിഞ്ഞ അഹങ്കാരമാണ് കൊണ്ടു നടക്കുന്നത്. ശരി എന്നാ.